നമ്മള് പറഞ്ഞു നിർത്തിയത് ആത്മഭാരത്തെ കുറിച്ചായിരുന്നു പറഞ്ഞു നിർത്തിയത്. ആ ആത്മഭാരം ജനങ്ങളിലേക്ക് ഇറങ്ങി വരണം. കർത്താവിന്റെ പ്രവർത്തന മാതൃകയിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. കർത്താവ് തന്റെ ശിഷ്യന്മാരെ താൻ കൂട്ടിക്കൊണ്ട് നടന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 35 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് താൻ ഗ്രാമങ്ങളും പട്ടണങ്ങളും ഒക്കെ ഈ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് നടക്കുകയും അവരുടെ പള്ളികളിലൊക്കെ ഉപദേശിക്കുകയും ഒക്കെ ചെയ്യും. താൻ പ്രസംഗിക്കുകയും ഉപദേശിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ഒക്കെ ചെയ്യും. എന്നിട്ട് ഈ വന്നതായിരിക്കുന്ന ജനത്തെ നോക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരൻ ചുരുക്കം. കാരണം ആ ജനങ്ങളെ അവരായിരുന്ന സ്ഥിതിയിൽ കർത്താവ് മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുന്നത്. അവരെല്ലാവരും ചിന്നിയവരും കുഴഞ്ഞവരുമായി. അവരെ നോക്കിയിട്ട് കർത്താവിന് മനസ്സിലായത് ഇടയനില്ലാത്ത ആളുകൾ, ഇടയനില്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ അവരെ നയിക്കാൻ ആളില്ല, കരുതാൻ ആളില്ല, സംരക്ഷിക്കാൻ ആളില്ല, പരിപാലിക്കാൻ ആളില്ല. അനാഥരെ പോലെ അലയുന്ന ആട്ടിൻകൂട്ടത്തെയാണ് കർത്താവ് ഈ പുരുഷാരത്തിൽ കണ്ടത്. അത് കർത്താവിന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു. ആ വേദനയാണ് കർത്താവിനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. ആ വേദനയോടുകൂടിയാണ് കർത്താവ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചത്. ആ വേദനയാണ് കർത്താവ് തന്റെ ശിഷ്യന്മാരിലേക്ക് പകർന്നു കൊടുക്കാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് കർത്താവ് അവരെ കൂട്ടിക്കൊണ്ട് നടക്കുമ്പോൾ എല്ലാം കർത്താവ് ഈ കാര്യം അവരെ ഓർമ്മിപ്പിക്കുകയാണ്. അവരെ ഈ പുരുഷാരത്തെയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ചിന്നി ചെതറിതായിരിക്കുന്ന അവസ്ഥ കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, നോക്കിക്കേ, കൊയ്ത്ത് വളരെ കർത്താവ് അവരോട് പറയുകയാണ്, ഇതൊരു കൊയ്ത്തിന് തുല്യമാണ്. അപ്പോൾ പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോൾ വാസ്തവത്തിൽ ജനങ്ങൾ കൊയ്യാൻ തയ്യാറാവുകയാണ്. പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോൾ ജനങ്ങൾ കൂടുതൽ മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റിനും പ്രശ്നങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അസമാധാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അൺസർട്ടനിറ്റി, അനിശ്ചിതത്വം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരെല്ലാം ഒരു ഭീതിയിലാണ്, ഭയത്തിലാണ്. എന്നാൽ ഈ ചുറ്റുപാടുകളൊക്കെ നമ്മൾ മനസ്സിലാക്കണം, ജനങ്ങൾ കൊയ്ത്തിനായി ഒരുങ്ങപ്പെടുന്നതായ ഒരു സീസണായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് എപ്പോഴും അങ്ങനെയാണ് കാണുന്നത്. അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് അവരുടെ രോഗികളെ സൗഖ്യമാക്കുന്നത്. അവരുടെ ഇടയിലേക്ക് കർത്താവ് ഇറങ്ങിച്ചെല്ലുന്നത് പോലെ നമുക്ക് ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് കഴിയണമെങ്കിൽ ആത്മഭാരം നമ്മുടെ ഉള്ളിൽ അധികമായിട്ട് വരണം. കർത്താവിൽ നിന്ന് തോന്നിയതുപോലെ വരാൻ. അവിടെ കർത്താവ് പറഞ്ഞത് കൊയ്യാൻ പോകാൻ പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞത് കൊയ്ത്തിന്റെ യജമാനനോട് വേലക്കാരെ അയക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും ആദ്യം ഒരു പ്രവർത്തനമല്ല ഉണ്ടാകുന്നത്, ആദ്യം ആത്മഭാരത്തോടുകൂടിയുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ തുടർ ഫലമാണ് പ്രവർത്തനം എന്നത്. അവിടെ നമ്മുടെ സഭകളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ വേലയ്ക്ക് സജ്ജരാക്കുമ്പോൾ ഒന്നാമത് നമ്മൾ അവരെ ആത്മഭാരത്തിലേക്ക് നയിക്കുക. ആത്മഭാരം അവരിൽ ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന ആ പ്രാർത്ഥന ജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ച് ഉയർത്തുവാനുള്ള കഴിയും. അങ്ങനെ ഒരു ആത്മഭാരം വരികയും പ്രാർത്ഥന അവരുടെ ഉള്ളിൽ നിന്നുണ്ടാകുകയും ചെയ്യുമ്പോൾ അവർ തന്നെ ദൈവശബ്ദം കേൾക്കും. ഞാൻ ആരെ അയക്കണം എന്നുള്ള ചോദ്യം അവർ തന്നെ കേൾക്കും. അവർ തന്നെ കർത്താവിന് വേണ്ടി സമർപ്പിക്കും. അതുകൊണ്ട് ഓരോരുത്തരെ കൊണ്ടും കർത്താവിന് എന്താണ് ചെയ്യാനുള്ളതെന്ന് നമുക്കറിയില്ലല്ലോ. എന്നാൽ അവർ ദൈവത്തോട് ചോദിക്കുമ്പോൾ, ദൈവമായിട്ട് അവർ സംസാരിക്കുമ്പോൾ, നശിക്കുന്ന ജനത്തിന് വേണ്ടി അവർ ഇടുവിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ അവരെ കൊണ്ട് എന്ത് ചെയ്യാനാകും എന്നുള്ളത് കർത്താവ് അവർക്ക് ബോധ്യം കൊടുക്കും. അതിലേക്ക് അവരെ കർത്താവ് നയിക്കും. അങ്ങനെ കർത്താവ് അവരെ ഒരുക്കുന്നത് നമ്മൾ മനസ്സിലാക്കി നാം അവരെ റിലീസ് ചെയ്യാനായിട്ട് തയ്യാറാണ്. നാം അവരെ റിലീസ് ചെയ്യാനായിട്ട് തയ്യാറാണ്. പലയിടങ്ങളിലും നമുക്കാർക്കും ആ ബുദ്ധിമുട്ടില്ല. എന്നാൽ അനേക ദൈവദാസന്മാർ ആ മേഖലയിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ജനങ്ങളെ കർത്താവിന് വേലയ്ക്ക് വേണ്ടി റിലീസ് ചെയ്യുന്നതിനകത്ത് പരാജയപ്പെട്ടതിന്റെ കാരണങ്ങൾ പലതായിരിക്കാം.
ചിലപ്പോൾ അവരുടെ ഭയമായിരിക്കാം. കാരണം ഈ സഹോദരനെ അങ്ങോട്ട് റിലീസ് ചെയ്തു, അദ്ദേഹം അവിടെ പോയി, അല്ലെ, അദ്ദേഹം പ്രവർത്തിച്ചു, പ്രൈസലോ. അപ്പോൾ ഈ ഒരു സഭയായിട്ട് ഇദ്ദേഹം ഒന്ന് മാറാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല, കേരളത്തിലെ സ്ഥിതിയില് ചില ദേവദാസന്മാർ എന്നോട് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. അവര് പറഞ്ഞത്, ബ്രദറെ, നമ്മൾ അങ്ങനെ ഇവരെ അങ്ങോട്ട് വളർത്തി അങ്ങോട്ട് റിലീസ് ചെയ്തെന്നാൽ ഇവിടെ നിന്ന് ഒരു 10 കുടുംബത്തെ കൂടെ കൊണ്ടുപോകും. ഇങ്ങനെയൊക്കെയുള്ള പല ചിന്തകൾ ഒരുപക്ഷെങ്കിൽ പലരെയും തടയുന്നുണ്ടാവാം. എന്നാൽ ഇവിടെ ഇരിക്കുന്ന നമുക്കൊന്നും അങ്ങനെയുള്ള ഭയമുള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് കർത്താവ് അധികം പേരെ വിളിക്കട്ടെ. നമ്മുടെ വിശ്വാസികൾ എല്ലാവരും വിളി കേൾക്കട്ടെ. അതല്ലേ, എല്ലാവരും വിളി കേട്ടിരുന്നെങ്കിൽ പൗലൂസ് പ്രൈസിനോട് പറയുന്ന പോലെ, രാജാവെ, അഗ്രിപ്പ രാജാവിനോട് പറയാണ്, അഗ്രിപ്പ രാജാവെ, ഈ ചങ്ങല ഒഴിച്ച് ഞാൻ ഇതാഗ്രഹിക്കുന്നില്ല. ആരും ഈ ചങ്ങലയ്ക്കധീനരാകണമെന്നോ ജയിലിൽ പോകണമെന്നോ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ചങ്ങല ഒഴിച്ച് സകലത്തിലും എല്ലാവരും എന്നെ പോലെ ആകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ പോലെയുള്ള ഒരു സുവിശേഷം. അതുപോലെ നമ്മളെ പോലെയുള്ള സുവിശേഷകരായി നമ്മുടെ സഭാവിശ്വാസികൾ എല്ലാവരും തീരുന്നു. അതുകൊണ്ട് എല്ലാവരെയും നമുക്ക് റിലീസ് ചെയ്യാം. എല്ലാവരോടും പറയാം, നിങ്ങൾ പോയി പ്രാർത്ഥിക്കുക. അല്ലെ, യേശു കർത്താവ് എന്താ പറഞ്ഞ? മർക്കോസിന്റെ സുവിശേഷം 16:15 പറഞ്ഞു, നിങ്ങൾ പോയി സകല ശിഷ്യരോടും സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞു. ഞാനിങ്ങനെ ഈ രീതി പറഞ്ഞു പോകുന്നതിന് വെച്ചാൽ, നിങ്ങൾക്കെല്ലാം വചനം അറിയാവുന്നവരായതുകൊണ്ട് ഇങ്ങനെ പോയിന്റ് നമ്പർ 2 ഇങ്ങനെ ഇട്ട് പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ എന്താ പറഞ്ഞ ഒന്ന് ഉത്സാഹിപ്പിക്കുക, അല്ലെ എന്ന്. കാരണം നമുക്കെല്ലാം അറിയുന്ന കാര്യങ്ങളായത് ഇങ്ങനെ ഓർപ്പിച്ചുണർത്തി പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു നിലയിൽ പോകുന്നത്, കേട്ടോ. പരാതിയില്ലല്ലോ അതിന്, കേട്ടോ. അതുകൊണ്ട് മർക്കോസിന്റെ സുവിശേഷം 15 പറഞ്ഞു, സകല സൃഷ്ടികളോടും പോയി എന്ത് ചെയ്യണം? സുവിശേഷം പറയണമെന്ന് പറഞ്ഞു. 16 പറഞ്ഞു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അതിനുള്ള പ്രതികരണം 2 നിലയിലാണ്. ഒന്ന് തിരസ്കരണം, ഒന്ന് സ്വീകരണം. സ്വീകരിക്കുന്നവൻ വിശ്വസിക്കുന്നു, വിശ്വസിക്കാത്തവൻ തിരസ്കരിക്കുന്നു, അല്ലെ? ഇങ്ങനെ 2ആയിട്ട് ജനങ്ങളെ സുവിശേഷം വിഭാഗിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് വിശ്വസിക്കുന്നവരിലാണ് ഫോക്കസ് ചെയ്യുന്നത്. വിശ്വസിക്കുന്നവര് സ്നാനപ്പെടും. ഇനി ആ സ്നാനപ്പെടുന്നവരെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ആ സ്നാനപ്പെടുന്നവരെ വേർതിരിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു സഭ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആ സഭയെ പ്ലാൻ ചെയ്യുന്നതായ പ്രൈസറോ അവര് നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവ് അവിടെ പറഞ്ഞു, വിശ്വസിക്കുന്ന ഓരോരുത്തരും, സ്നാനപ്പെട്ട് ആ ഓരോരുത്തരും, വിശ്വസിച്ച ഓരോരുത്തരും, സുവിശേഷം സ്വീകരിച്ച, ക്രിസ്തുവിനെ സ്വീകരിച്ച ആ വിശ്വസിച്ച ഓരോരുത്തരും, അവരിലൂടെ ഈ അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ അവരിലൂടെ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയുണ്ട്. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ദൈവത്തിന്റെ ഒരു വേലയുണ്ട്. ആ വേലയ്ക്ക് വേണ്ടി സജ്ജരാക്കാനാണ് നമ്മളെ ആക്കിയിരിക്കുന്നത്. ആ വേലയ്ക്ക് വേണ്ടി അവരെ സജ്ജരാക്കും. അപ്പൊ കർത്താവ് പറഞ്ഞു, അവർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എന്തോ സംഭവിക്കും? രോഗി അവർ ഭൂതങ്ങളെ എന്ത് ചെയ്യും? പുറത്താക്കും. അപ്പോൾ നമ്മുടെ വിശ്വാസികളിലൂടെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അവരെ ബോധവൽക്കരിക്കണം. ഇത് നിങ്ങളിലൂടെ ചെയ്യാൻ ദൈവത്തിന് കഴിയും. അല്ലെ, ഇതിനെല്ലാം മാതൃകയായി നമ്മളാണ് നിൽക്കുന്നത്, അല്ലെ? നമ്മളെ കർത്താവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആരും രോഗശാന്തി പ്രാപ്തരാണെന്നും പറഞ്ഞ് പരസ്യം കൊടുക്കാൻ പോകുന്നില്ല എന്നുള്ളത് അവർ കാണുന്നുണ്ടല്ലോ. അവർ കാണുന്നുള്ളത് കൊണ്ട് അവരിലൂടെയും കർത്താവ് പ്രവർത്തിക്കുമ്പോൾ അവരാരും പരസ്യം കൊടുക്കാൻ പോകത്തില്ല. നമ്മൾ ഇന്നുവരെ കണ്ടിട്ടുള്ളത്, ആരെങ്കിലും ഒരു രോഗി സൗഖ്യമായിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം മുതൽ രോഗശാന്തിയുടെ വര എനിക്കുണ്ടെന്നും പറഞ്ഞ് പരസ്യം കൊടുക്കുന്ന പരിപാടിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങളും മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ ഇതാണ് എന്നാണ് അവരും മനസ്സിലാക്കിയത്. മനസ്സിലല്ലോ, തെറ്റായ മാതൃകകളാണ് ലോകത്തെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് പരീക്ഷന്മാരെയൊക്കെ കർത്താവ് നിശ്ചിതമായിട്ട് വിമർശിച്ച് കർത്താവ് പറഞ്ഞു, നിങ്ങൾ അവരെ പോലെ ആകരുതെന്നൊക്കെ ജനങ്ങളോട് പറഞ്ഞതിന് കാരണം അവരെയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരെ പോലെ ആയിരിക്കും അവരാകുന്നത്. അവർ പ്രാർത്ഥിക്കുന്ന പോലെ ആയിരിക്കും ഇവരും പ്രാർത്ഥിക്കുന്നത്. കാരണം അവരതല്ലേ കേട്ട് പഠിക്കാൻ പോകുന്നത്, കണ്ടുപഠിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ പോലെ ആകരുത് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമ്മളൊരു നല്ല മാതൃക കാണിച്ചു കൊടുത്തുകൊണ്ട് യേശുവിന്റെ ആ കാഴ്ചപ്പാടുകളെ പിന്തുടർന്ന് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ സഭാ വിശ്വാസികൾ, പ്രിയപ്പെട്ടവരെ, അവരും ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട് റിലീസ് ആകുമ്പോൾ അവരാരും
ഇതിന്റെ പുറകെ പോകാതെ ആ സത്യത്തിന്റെ പാതയിൽ യേശുവിന്റെ കാഴ്ചപ്പാടുകളെ പിന്തുടർന്ന് തന്നെ അവരൊക്കെ ശുശ്രൂഷ ചെയ്യുവാൻ ഇടയാണ്. അതുകൊണ്ട് എല്ലാ വിശ്വാസികളിലൂടെയും കർത്താവിന്റെ പ്രവൃത്തി നടക്കണം. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാണ്. ഹല്ലേലൂയ. അത് കഴിയും, ദൈവം പ്രവർത്തിക്കും. ഇത് നമ്മുടെ ശക്തി കൊണ്ടല്ല എന്ന ബോധ്യം അവരുടെ ഉള്ളിൽ ഉണ്ടാകണം. ആ വിശ്വാസം അവർക്ക് ഉണ്ടാകണം, ധൈര്യം അവർക്ക് ഉണ്ടാകണം. അങ്ങനെ ഓരോരുത്തരിലൂടെ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം. വെളിപ്പെട്ടവരെ ഞാൻ ഭോപ്പാലില് പ്രേസിഡന്റിന്റെ ക്ലാസ് എടുക്കുമ്പോൾ ഒരു വിശാൽ എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ടായിരുന്നു. ഒത്തിരി സാക്ഷ്യങ്ങളൊക്കെ പറയാനുണ്ട് ഫീൽഡിൽ. പ്രേസിഡന്റ് വിശാൽ 6ാം ക്ലാസ്സിൽ പഠിക്കുക, 6ാം ക്ലാസ്. ഇന്ന് അവന്റെ കല്യാണം 2 ആഴ്ച മുമ്പ് പറഞ്ഞു. വിശാല് പ്രേസിലോ മനസ്സിലാക്കി അവൻ യേശുവിനെ വിശ്വസിച്ച ഒരു പയ്യനാണ്. ഹിന്ദു കുടുംബത്തിൽ നിന്ന് അവന്റെ മാതാപിതാക്കൾ രക്ഷിക്കപ്പെട്ടു, അവരും കർത്താവിനെ സ്വീകരിച്ചു. അവന് മനസ്സിലായി കർത്താവ് എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് കൃപ തന്നിട്ടു, കർത്താവിന്റെ കൂടെ ഉണ്ട് എന്ന് ബോധ്യമുണ്ട്. അവന് സ്കൂളിൽ ചെന്നെത്തായ സമയത്ത് നോക്കുകയാണ്, അവന്റെ കൂട്ടുകാരൻ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരനോട് വിശാൽ ചോദിക്കുന്നു, എന്തിനാണ് നീ കരയുന്നതെന്ന് ചോദിക്കുന്നു. അപ്പൊ അവൻ പറയുന്നു, എനിക്ക് ഭയങ്കര തലവേദനയാണ് വിശാൽ, അതുകൊണ്ടാണ് കരയുന്നത്. തലവേദന സാരമില്ലടാ, ഞാൻ ഇപ്പോ യേശുവിനോട് പ്രാർത്ഥിക്കാൻ പോകും, നിന്റെ തലവേദനയൊക്കെ യേശു മാറ്റി തരുന്നു, ഇന്ന് നീ പ്രാർത്ഥിക്കാൻ. വിശാല് പ്രാർത്ഥിച്ചു, അവന്റെ തലവേദന പോയി. അപ്പൊ വിശാലിന്റെ വിശ്വാസവും വർദ്ധിച്ചു, അവനിലും വിശ്വാസം ഉണ്ടായി അല്ലേ. 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ടീച്ചർ ആ ക്ലാസ് റൂമിലേക്ക് വരിക. ടീച്ചർ പറഞ്ഞു, എന്റെ പൊന്നു മക്കളെ ഇന്നും ശബ്ദം ഉണ്ടാക്കല്ലേ, ടീച്ചറിന് ഭയങ്കര തലവേദനയാ, ഇവിടെ ഒന്ന് ഇരുന്നോട്ടേ. ഇവിടെ ഈ സൗഖ്യമായ പയ്യൻ എഴുന്നേറ്റ്. അതിന് ടീച്ചർ എന്തിനാ വിഷമിക്കുന്നത്? ഇവനോട് പറയാം, വിശാലോട് പറയാം, അവൻ പ്രാർത്ഥിക്കുമ്പോൾ ടീച്ചറിന്റെ തലവേദന. ടീച്ചർ വിശാൽ, എടാ നീ പ്രാർത്ഥിക്കുവാണ് തലവേദന, നീ എന്തോ ചെയ്യുന്നത്? അപ്പൊ ഞാൻ യേശുവിനോടാണ് പ്രാർത്ഥിക്കും, യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ യേശു ടീച്ചറിനെയും സൗഖ്യമാക്കുന്നു, എന്നാ നീ ഒന്ന് പ്രാർത്ഥിക്കാമോ? അവൻ പ്രാർത്ഥിച്ചു, ടീച്ചറിന്റെ തലവേദന. യേശു വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നു. കാരണം യേശുവിനെ അറിയാത്ത ഒത്തിരി ജനങ്ങൾ, അവൻ ആരെന്ന് അറിയാത്ത ജനങ്ങൾ, യേശു അവരെ സ്നേഹിക്കുന്നു എന്ന്, യേശു ജീവിക്കുന്നു എന്ന്, യേശു അവരുടെ രക്ഷകനാണെന്ന് അറിയണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. അതല്ലേ? പക്ഷെ നമ്മുടെ വായയുള്ള യേശുവിനിപ്പം സംസാരിക്കാം, നമ്മുടെ കണ്ണിലുള്ള യേശുവിനിപ്പം കാണാം. നമ്മളിൽ അവൻ ജീവിക്കുന്നു, നമ്മളിലൂടെ അവൻ സംസാരിക്കും, നമ്മളിലൂടെ അവൻ കാണട്ടെ, നമ്മളിലൂടെ അവൻ പ്രവർത്തിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പോകുന്നിടത്തൊക്കെ യേശു നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ആ യേശുവിനെ മറ്റുള്ള മുമ്പാകെ പ്രസന്റ് ചെയ്യാൻ നമ്മളെപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കും. ഈ നിലയിൽ നമ്മുടെ വിശ്വാസികളെയും നമ്മൾ സജ്ജരാക്കണം, നമ്മൾ അവരെ ധൈര്യപ്പെടുത്തണം, നമ്മൾ അവരുടെ ഉള്ളിൽ ആത്മഭാരം ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവാണ് ആത്മഭാരം ഉണ്ടാക്കുന്നത്. ആത്മഭാരം വന്ന് അവരും ദൈവവിളി കേട്ട് മുമ്പോട്ട് വരുവാൻ ഇടയായിത്തീരണം. വിശ്വസിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം. 83 അതെ, ഞാൻ ചെല്ലുന്നത് മധ്യപ്രദേശിലെ നീമച്ച് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. പറഞ്ഞല്ലോ, പ്രൈസ് ദി ലോർഡ്. അവിടെ ഞാൻ ചെല്ലുന്നതായിരിക്കുന്ന സമയത്ത് അവിടെ എന്നെ കൊണ്ടുപോയതായിരിക്കുന്ന പാസ്റ്റർ KJ ബാബു, അദ്ദേഹത്തിന് ഒരു സ്കൂള് അതിന്റെ തുടക്ക സമയമായി. അതുകൊണ്ടാണ് പ്രൈസ് ദി ലോർഡ് ഞാൻ ആ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യാനായിട്ട്. അപ്പോ ആ സമയങ്ങളിൽ പ്രൈസ് ദി ലോർഡ് അവിടെ അധ്യാപകരായി വന്ന വേറെ 2 മലയാളികൾ കൂടിയാണ്, സഹോദര ആണുങ്ങളായിട്ടുണ്ടായിരുന്നു. ബാക്കി 2 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഒരു ചെറിയാനും ഒരു ജോൺ പോളും, 2 പേരായിരുന്നു ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന്, എനിക്ക് ഹിന്ദി അറിയത്തില്ല, ഇവർക്ക് 2 പേർക്കും ഇവരെന്നേക്കാൾ മുമ്പ് വന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ജോൺ പോൾ എന്ന് പറയുന്ന അദ്ദേഹം മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ടായി, വടക്കേന്ത്യയിൽ തന്നെ രാജസ്ഥാനിലും ബോംബെയിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അതുതന്നെയാണ് നിയമിച്ചു വരുന്നത്. അദ്ദേഹത്തിന് ഹിന്ദി അറിയാം. ചെറിയാൻ എന്ന് പറഞ്ഞ ആൾക്ക് ഹിന്ദി അറിയാം. എനിക്ക് ഹിന്ദി അറിയത്തില്ല. ഞാൻ അവിടെ ചെന്നപ്പോൾ പക്ഷെ എൻ്റെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹമാണ് വെളിയിൽ പോകണം, വിശേഷം പറയുന്നത്. ഞാൻ അതിനുവേണ്ടി മലയാളത്തിലൊരു ടാക്ട് ഉണ്ടാക്കി, എന്നിട്ട് ഞാൻ ഒരാളെ വിളിച്ച് അതിനെ ഹിന്ദിയിലേക്ക് ആക്കി ചേർത്തു. പ്രൈസറോ അങ്ങനെ പ്രിന്റ് ഒക്കെ ചെയ്തു ഞാൻ ഇങ്ങനെ റെഡിയായിട്ടിരിക്കുക. പക്ഷെ എനിക്ക് ഒന്നും പറയാൻ അറിയില്ല. ഇതെന്താന്ന് ചോദിച്ചാൽ പറയാൻ അറിയില്ല. അപ്പൊ ഞാൻ ഓർത്ത് ഇവരാരെങ്കിലും എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഭയങ്കര സഹായമായിരിക്കുമല്ലോ ഞാൻ ഇവരോട് പറയും. ഇവര് പറയും നമുക്ക് നാളെ പോകാമെന്ന് പറയും. നാളെ വരുമ്പോൾ പറയും ഇന്ന് പറ്റത്തില്ല, നീ ഇവിടെ അവധി വന്നു പോകാതെ. അപ്പൊ ഇവര് പറയുന്ന ഓരോ ദിവസവും ഞാൻ ഇവരുടെ അടുത്ത് ചെല്ലും. അതിനും പറയും ഇനി പറ്റത്തില്ല, വേറെ ദിവസം പറയാം.
അങ്ങനെ അവസാനം സഖി കെട്ട് ഒരു ദിവസം രണ്ടുപേരോട് ഞങ്ങള് ജോണി സാറിന് അറിയാം, നയകാവ് എന്ന് പറയുന്ന കാര്യം അവിടെ വന്നിട്ടുണ്ടോ ജോണി സാർ? നയകാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടുണ്ട്. അവിടെയോട്ട് ഞങ്ങളൊരു ട്രക്കിന് കയറി ആദ്യമായിട്ട് നയകാവ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഞങ്ങൾ പ്രാക്ടികൾ കൊടുക്കുവാണ്. പ്രൈസറോ ഇവർ രണ്ടുപേരും എന്താ ചെയ്യുന്നേ? പ്രൈസറോ അവര് വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചുമ്മാ പരിപാടിയാണ്, ഇത് ആളുകളൊന്നും വായിക്കത്തില്ല, ഒന്നാതെ എഴുത്തും വായന അധികമായിട്ട് അറിയത്തില്ല, ഇതെല്ലാം ആളുകൾ. പക്ഷെ ഞാൻ കൊടുക്കുമ്പോഴത്തേക്കും ആളുകൾ ആർത്തിയോടെ അത് വാങ്ങി അവർ സൈക്കിളെ വന്ന അതൊക്കെ സൈക്കിളാണ് വന്നത്. സൈക്കിളിൽ വന്ന ആളുകൾ ആ സൈക്കിൾ അങ്ങോട്ട് സ്റ്റാൻഡിലേക്ക് വെച്ചിട്ട് അവിടെ ഇരുന്ന് വായിക്കാൻ തുടങ്ങി. ഒരാൾ പോലും വായിക്കാതിരിക്കുന്നു. ആർത്തിയോടെ വായിക്കുന്നത് കണ്ടപ്പോ ഈ രണ്ടുപേരുടെയും ആറ്റിറ്റ്യൂഡ് മാറി. ഞാൻ പറയട്ടെ, അതിൽ കൂടി വന്ന ജോൺ പോൾ എന്ന് പറയുന്ന അദ്ദേഹം അന്ന് കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം വൈവാമില് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ടോപ്പ് ലീഡേഴ്സിൽ, ഇന്ത്യയിലെ ടോപ്പ് ലീഡേഴ്സിൽ ഒരാളായി അദ്ദേഹം പരിഗണിക്കപ്പെട്ടു. അങ്ങനെയിലേക്ക് ദൈവം മുമ്പ്. മറ്റേ അദ്ദേഹം ഇന്ന് അവിടുത്തെ പാസ്റ്ററാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു ആത്മഭാരം ഉണ്ടെങ്കിൽ പലവട്ടം നമ്മളെ കേൾക്കുമ്പോൾ, പലവട്ടം നമ്മുടെ പ്രാർത്ഥന കണ്ണുനീർ കാണുമ്പോൾ, പലവട്ടം നമ്മുടെ സന്ദേശം നാം അവരെ പഠിപ്പിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക. ഹല്ലേലൂയ. അവരൊക്കെ ആത്മഭാരമുള്ളവരായി മാറുകയും ചെയ്യും. അങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവരെ സജ്ജരാക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ കൂടെ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, അവരെ എല്ലാവരെയും നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം മറന്നുപോകരുത്. പൗലോസ് അപ്പോസ്തലൻ പറയാണ്, 2 കൊരിന്ത്യർ 11:2 പറയാണ്, 2 കൊരിന്ത്യർ 11:2 പറയാണ്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷൻ നിങ്ങളെ എത്തിയിരിക്കുകയാണ്. നിർമ്മല കന്യകയെ എത്തിക്കാൻ വേണ്ടി വിവാഹ നിശ്ചയം ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഏൽപ്പിക്കാനാ? നിർമ്മല കന്യയായി നമുക്ക് അവരെ എങ്ങനെ ഏൽപ്പിക്കാൻ പറ്റും? ഈ ദൈവവചനം പഠിപ്പിക്കുന്നതിനാൽ മാത്രമേ പറ്റത്തുള്ളൂ. വേറെ ഒരു പരിപാടിയില്ല. നമ്മൾ മീശ പിരിച്ച് കാണിച്ചുകൊണ്ടൊന്നും ഇത് ശരിയാവുന്നു. നമ്മൾ ഓർക്കുന്നത് അങ്ങനെ ഉറപ്പിച്ചൊക്കെ കാണിച്ചാൽ, നമ്മൾ കുറെ സ്ട്രിക്റ്റ് ആയാൽ ഒക്കെ ഇതിൽ ശരിയാവുന്നു. വെറുതെയാ. അതല്ല ദൈവസേനയിൽ ഒഴുക്കുന്ന കണ്ണീർ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഞാൻ രാവും പറഞ്ഞു കണ്ണീർ ഒഴുക്കിക്കൊണ്ട് നിങ്ങളോട് പറഞ്ഞു തന്നു. ദൈവസേനയിൽ ഒഴുക്കുന്ന കണ്ണീര്, മധ്യസ്ഥത, പ്രാർത്ഥന, നമ്മുടെ ജീവിത മാതൃക, അതിന്റെ കൂടെ ദൈവത്തിന്റെ വചനം ആധികാരികമായി പഠിപ്പിക്കും. ആധികാരികം. കർത്താവ് എപ്പോഴും പഠിപ്പിച്ച എങ്ങനെയായിരുന്നു? ജനങ്ങൾ തിരിച്ചറിഞ്ഞ അതായിരുന്നു അല്ലെ. ഞങ്ങളുടെ പരീക്ഷന്മാരെ ശാസ്ത്രിമാരെ പോലെ പഠിപ്പിക്കുന്ന പോലെ ഒന്നും അല്ലായിരുന്നു യേശു എങ്ങനെയായിരുന്നു? അധികാരത്തോടെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ടേബിൾ അടിച്ച് പഠിപ്പിക്കുക എന്നുള്ളതല്ല, അല്ലെ ഒച്ച കൂട്ടുന്നതിനകത്തല്ല അധികാരം ഇരിക്കുന്നത് അല്ലെ. കളക്ടർ എന്തെങ്കിലും ഒരു ഓർഡർ ചെയ്യുന്ന ഉടനെ അവിടെ നിന്നുണ്ട് വെടിപൊട്ടിക്കുന്ന പോലെ പറഞ്ഞുകൊണ്ടാണ് ഒരു ഓർഡർ. അതല്ലേ നമ്മൾ ദൈവദാസന്മാർ. പ്രൈസലോ. നമ്മുടെ പ്രാഗൽഭ്യമാണ് അധികാരം എന്ന് പറയുന്നത്. യേശു ഓരോന്നും പറയുമ്പോൾ യേശുവിന് പ്രാഗൽഭ്യമുണ്ട് അല്ലേ. നമുക്ക് പറയാനുള്ള പ്രാഗൽഭ്യമാണ് അധികാരം. നമ്മൾ ആ പ്രാഗൽഭ്യത്തോടെ നമ്മൾ അവരെ പഠിപ്പിക്കുന്നു. നമ്മൾ തന്നെ അതിനൊരു മാതൃകയായി അവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, മാതൃകയാകുന്നതിന് ബലഹീനരായിരിക്കുന്ന നമ്മൾ എങ്ങനെയാണ് മാതൃകയാകാൻ പറ്റുന്നത്? നമ്മളും കോപിക്കത്തില്ലേ അല്ലെ. പ്രൈസലോ. നമ്മുടെ ബലഹീനതകൾ തുറന്നു സമ്മതിക്കുന്നതിനാലാണ് നമുക്ക് മാതൃകയാകുന്നത്. നമ്മുടെ നിന്ന് ഒരു തെറ്റ് വന്നാൽ ഉടനെ തെറ്റാണെന്ന് നമ്മൾ അംഗീകരിക്കുന്നതിലാണ് നമ്മൾ മാതൃകയാകുന്നത്. തെറ്റ് ചെയ്യാത്തതിലല്ല നമ്മൾ മാതൃകയാകുന്നത്. സംഭവിച്ചു പോകുന്ന തെറ്റാണെന്നുള്ളത് സമ്മതിക്കാൻ തയ്യാറാകുന്നതിലാണ് നമ്മൾ. ദൈവവചനത്തിൽ പറയുന്ന വിശുദ്ധി എന്ന് പറയുന്നത് പ്രൈസലോ ഒരിക്കലും ഒരു തെറ്റും ചെയ്യാത്തതിനാലുള്ള വിശുദ്ധിയല്ല. എന്നാൽ
തെറ്റ് തെറ്റാണെന്നുള്ളത് അംഗീകരിച്ച് യേശുവിന്റെ രക്തത്താൽ അപ്പോൾ കഴുകപ്പെടുന്നതിനാലുള്ള വിശുദ്ധി. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, പാപം ഇല്ലെന്നൊന്നും പറയരുത്, ഏറ്റുപറയുന്നുണ്ട് അല്ലെ. അവരുടെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ വിശുദ്ധി. നമ്മുടെ വിശുദ്ധി യേശുവിന്റെ രക്തത്തിന്റെ കഴുകലിൽ നാം ഉളവാകുന്ന വിശുദ്ധി. അതുപോലെ സ്തോത്രം. അവിടെ എത്രത്തോളം നമുക്ക് ട്രാൻസ്പെറന്റ് ആകാൻ പറ്റുന്നുണ്ട്, അതാണ് അവിടുത്തെ വിഷയം. എത്രത്തോളം ആളുകളുടെ മുമ്പിൽ നമുക്ക് തുറന്നിടപെടാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ അവർക്ക് മാതൃകയായി തീർന്നുകൊണ്ട് അവരെ കളങ്കമില്ലാത്തവരായി വിശുദ്ധ ജീവിതത്തിനായി നമ്മൾ അവരെ ഒരുക്കണം. കാരണം നമ്മളെ എങ്ങനെയുള്ള കുമാരിയായി ഏൽപ്പിച്ചു കൊടുക്കണ്ടേ? നിർമ്മല. അതിന്റെ കൂടെ അവരെ സുവിശേഷത്തിന്റെ യഥാർത്ഥ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അവിടെ സർപ്പം ഹവ്വയെ ഉപായത്തെ ചതിക്കുന്നത് പോലെ ചതിക്കാൻ വരുന്നത് മറ്റൊരു സുവിശേഷവും കൊണ്ടാണ് വരുന്നത്, മറ്റൊരു യേശുവായിട്ടാണ് വരുന്നത്, മറ്റൊരു ആത്മാവുമായിട്ടാണ് വരുന്നത്. കാരണം ആ യേശുവിനെ ഈ യേശുവിനെയും തമ്മിൽ അവർക്ക് മനസ്സിലാകാതെ വരും. അതുകൊണ്ട് മറ്റൊരു യേശുവിനെ അവരങ്ങ് അറിയാതെ അത് എന്റെ യേശുവാണ് ഓർത്തങ്ങ് അംഗീകരിക്കും. അപ്പോൾ ആ യേശുവിന്റെ ഉപദേശം, അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ യേശുവിനെ, നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിനെ ജനങ്ങൾ അറിയണം. എങ്കിലേ ഈ മറ്റേ യേശുവിനെ തിരിച്ചറിയാൻ പറ്റും. കള്ളനോട്ട് എങ്ങനെയാ നമ്മൾ തിരിച്ചറിയുന്നത്? കള്ളനോട്ട് എങ്ങനെയാ തിരിച്ചറിയുന്നത്? ഒറിജിനൽ അറിയുന്നവർക്കേ കള്ളനോട്ട് തിരിച്ചറിയാൻ പറ്റുന്നു. അല്ലെങ്കിൽ കള്ളനോട്ട് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുപോലെ യേശുവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് മറ്റേ യേശുവിനെ ആര് വന്ന് പറഞ്ഞാലും അങ്ങനെ മനസ്സിലാക്കും. സുവിശേഷം മനസ്സിലായിട്ടുണ്ടെങ്കിൽ മറ്റൊരു സുവിശേഷത്തെ വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയും, വേറൊരു ആത്മാവിനെ തിരിച്ചറിയാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ യേശുവിനെയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഞാനിത് യേശുവിനെ പഠിപ്പിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്നുള്ളൂ. നമ്മൾ യേശുവിനെ കുറിച്ച് ഒരു പഠനമല്ലല്ലോ ഇവിടെ നടത്തുന്നത്. പക്ഷെ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുക, എനിക്ക് ഭയങ്കര സന്തോഷമാണ് യേശുവിനെ പഠിക്കാൻ, യേശുവിനെ കുറിച്ച് പഠിക്കാൻ, യേശുവിനെ മാത്രമേ. ഓക്കെ, അങ്ങനെ യേശുവിനെ ആളുകൾക്ക് മനസ്സിലാകണം. അങ്ങനെ അവർ നിർമ്മല കന്യകയായി ആ പ്രിയനോടുള്ള അനുരാഗം വർദ്ധിച്ച്, സ്നേഹം വർദ്ധിച്ച്, യേശുവേ നീ വേഗം വരണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന ഒരു സമയം ഒരുക്കുക. അതിനാണ് ദൈവം ആക്കിയത്. അതാണ് നമ്മുടെ എല്ലാവരുടെയും ഹല്ലേലൂയ. വേഗം വരുന്നത്. ഹല്ലേലൂയ. ഒരു വിവാഹം ഉറച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയോടോ ആൺകുട്ടിയോടോ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. എന്താണ്? കാരണം വിവാഹ ദിനങ്ങളെ അവർ എണ്ണിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അത് ആത്മാർത്ഥതയോടെ അവര് ആ വിവാഹത്തിന് വേണ്ടി സമ്മതിച്ച് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി, ഇഷ്ടപ്പെട്ട ഒരു പുരുഷൻ സ്വന്തമാക്കാൻ വേണ്ടി അവർ ആ ദിവസത്തെ എണ്ണിക്കൊണ്ട് ഇരിക്കുന്നത് പോലുള്ള അതുപോലെയുള്ള ഒരു കൊതി, അതുപോലെയുള്ള ഒരു ആഗ്രഹം, യേശുവേ വേഗം വരണമേ എന്നുള്ളതായ ഒരു ആഗ്രഹം കർത്താവിന് തിടുക്കമുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇതാ ഞാൻ വേഗം. അപ്പോൾ കർത്താവ് വേഗം വരണം. ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും നോക്കേണ്ടത്. കർത്താവ് വേഗം വരണമെന്നൊക്കെ ഉള്ള ആഗ്രഹം നമുക്കുണ്ടോ? കർത്താവ് ഇനി 10 വർഷത്തെ കയ്യിൽ വന്നാൽ മതി. പിന്നെ ഇവിടെയൊക്കെ ചൂടൊക്കെ കൂടുന്നുണ്ട്. അതുകൊണ്ട് കർത്താവ് ഒരു AC കൂടെയൊക്കെ വന്നാല്, അല്ലെ, ആ റൂമിൽ ഒരു AC ഇല്ലേ, ആ റൂമിൽ കൂടെ ഒരു AC ഒക്കെ പിടിപ്പിക്കാനുള്ള സൗകര്യം കൂടെ ഒക്കെ തന്നാ മതി. ഹലോ കഴിച്ചോ? അതോ നമ്മുടെ ഉള്ളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോ തോന്നാറുണ്ടോ, കർത്താവ് ഇന്നലെ രാത്രി നീ വന്നില്ലല്ലോ, എന്താ പറ്റി കർത്താവ് വരാഞ്ഞു? അവർ വരത്തില്ലേ? ഞാൻ ജോലിക്ക് പോവുകയാണേ, ഞാൻ മാർക്കറ്റിലേക്ക് പോവുകയാണേ, നീ വരുമെങ്കിൽ നിന്റെ കൂടെ എടുത്തുകൊള്ളുമല്ലോ, നിനക്കായി കാത്തിരിക്കുക എന്ന് പറയുന്ന ഒരു ഹൃദയം നമുക്കുണ്ടോ? ശരിക്കും അതോ ഇതൊക്കെ നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണെന്നുള്ളതേ ഉള്ളൂ? പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണെന്നേ ഉള്ളൂ. പ്രസംഗിക്കുമ്പോൾ നമ്മളങ്ങ് പ്രസംഗിക്കും,
അങ്ങനെ ഒരു ആവേശം അതേ ഉള്ളൂ. അത് ശരിക്കും ഉള്ളിൽ കർത്താവേ നീ വരത്തില്ലേ, വരണം എന്ന് പറയുന്ന ആ ഒരുക്കം നമുക്കുണ്ട്. ഒരുങ്ങിയ തീർച്ചയായിട്ടും അത് പറയും, ഒരുങ്ങിയ തീർച്ചയായിട്ടും പറയും, ഒരുങ്ങിയ തീർച്ചയായിട്ടും പറയും. എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഒരുങ്ങിയതിന് ശേഷം ഇന്ന് അച്ഛാ ഞങ്ങൾക്ക് വേണ്ടി ആലുവയിൽ കാത്തിരിക്കുകയാണ് അല്ലെ, ആലുവയിൽ കാത്തിരിക്കുക. അച്ഛനോട് ചോദിക്കണം പ്രശ്നം അക്ഷയമേനായിട്ടാണ് താൻ അവിടെ ചിലപ്പോൾ നിന്ന് ഒരു അരമണിക്കൂർ അല്ലെ, വണ്ടി വരാൻ വേണ്ടിയല്ല, വണ്ടി വരാൻ ഞങ്ങൾ അവിടെ പാലരുവിയിൽ വരും അല്ലെ, ലേറ്റ് ആവുന്നോറും കാരണം ഒരുങ്ങി നിൽക്കുക ഇവിടെ വരാൻ വേണ്ടിയിട്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് വരണം. അപ്പൊ അതാണ് കാത്തിരിപ്പ് എന്ന് പറയുന്നത്. പ്രൈസലോ, അതാണ് ഒരുങ്ങിയതിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ കാത്തിരിക്കുന്നോറും കർത്താവേ വേഗം എന്നുള്ളതായിരിക്കുന്ന ഒരു നിലവിളി. അതിനാണ് വചനത്തിൽ ഞരക്കം. അതല്ലേ റോമാലേഖനം 8 കൊരിന്ത്യർ 2 കൊരിന്ത്യർ 5 ഈ പൗലോസ് എന്നാ പറയുന്നത്? ഞരക്കം. ശരിയായ പ്രത്യാശ ഒരു ഞരക്കമാണ്. ആ ഞരക്കം നമ്മളിൽ ഉളവാകുന്നില്ലെങ്കിൽ പ്രത്യാശ ഇല്ലെന്നുള്ളത് നമ്മുടെ വാചകസത്ത് മാത്രമാണ്, ശരിക്കുള്ള പ്രത്യാശ ഒരു ഭാഗം. അതുകൊണ്ട് നമ്മൾ പ്രത്യാശയുള്ളവരും നമ്മുടെ ജനങ്ങളെ ആ പ്രത്യാശയിലേക്ക് നയിക്കാനും നമുക്കറിയാം. ഈ നിലയിൽ സഭയെ നമുക്ക് ഒരുക്കിയെടുക്കുവാൻ കർത്താവ് നമുക്ക് എല്ലാവർക്കും കൃപ തരട്ടെ. അങ്ങനെ നമ്മൾ ഒരുക്കിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ചില മേഖലകളെ ഞാൻ നിങ്ങൾക്ക് ഞാൻ ഇന്നത്തെ ഈ ഡിസ്കഷൻ അവസാനിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമ്മൾ അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ മറന്നുപോകുന്ന ഒരു മേഖല ആണ് കുട്ടികൾ. ഹലോ, കുട്ടികൾ. കർത്താവിന്റെ ശിഷ്യന്മാർക്ക് പറ്റിയ ഒരു അബദ്ധം ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന. അവരെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നതായ സമയത്ത് ശിഷ്യന്മാർ തടഞ്ഞിട്ട് പറഞ്ഞു, ഇവരെ കൊണ്ടുവരണ്ട. കാരണം അവര് പറഞ്ഞത് എന്താ വെച്ചാൽ കർത്താവിന് ഇവരൊരു ശല്യമായിത്തീരും എന്നുള്ളത്. അന്ന് ഇതുപോലെ മൈക്രോഫോൺ പോലും ഇല്ല. അപ്പം കർത്താവ് അവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും കർത്താവ് അത്രയും വലിയ ജനങ്ങളോടൊക്കെ സംസാരിച്ചതെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ആരെങ്കിലും ഏറ്റു പറയാനുണ്ടായിരുന്നിരിക്കാം. ചില ഭാവനകളൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അത് ബൈബിൾ പറയുന്നില്ല. എന്താണെങ്കിലും എല്ലാവരും കേട്ടു എന്നുള്ളൊരു വസ്തുവാണ്. എന്തൊക്കെയോ ദ്രവ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് വന്ന ചിലത് കീ എന്ന് പറഞ്ഞു പോകുന്ന പോലെ. അപ്പോ അവര് പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ കർത്താവിന് അത് ഇഷ്ടപ്പെട്ടില്ല. കർത്താവ് അവരെ എന്ത് ചെയ്തു? വഴക്ക് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അവരെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, കാരണം സ്വർഗരാജ്യം. അപ്പൊ കുഞ്ഞുങ്ങളെ കണ്ട ഉടനെ കർത്താവ് ആ കുഞ്ഞുങ്ങളെ കണക്ട് ചെയ്ത് സ്വർഗരാജ്യമാണ്. അല്ല, കർത്താവ് ഓരോരുത്തരെയും കാണുന്നത് സ്വർഗരാജ്യത്തിന്റെ കണ്ണിലൂടെയാണ്. നമ്മളും ആ കണ്ണിലൂടെ കാണണം. എങ്കിലേ അവരുടെ വില അറിയൂ, പ്രാധാന്യത അറിയൂ, ഇമ്പോർട്ടൻസ് അറിയൂ. അതല്ലെങ്കിൽ അവർ ശല്യമായിട്ട് തോന്നാം, വില കുറഞ്ഞവരായി തോന്നാം, അവരൊന്നും ശരിയാവത്തില്ലെന്ന് തോന്നാം. അതന്നെയല്ല, അവരൊക്കെ വന്നാലേ ശരിയല്ല. ഞങ്ങളുടെ സ്വന്തം ചർച്ചിന്റെ കാര്യം പറയുക. ഞങ്ങളുടെ ചർച്ചിന് ഞങ്ങൾക്ക് 2-3 ഉപവിഭാഗങ്ങളുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ആരാധിച്ചുകൊണ്ടിരുന്നവരാണ്. ഇപ്പോൾ 3 ചർച്ചകളുണ്ട്. ഈ 3 ചർച്ചകളും ദൈവകൃപയാൽ എനിക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു ചർച്ചിലെ ഒരു ഭാഷ പറഞ്ഞ ഒരു സംഗതി, അവിടെ ഞങ്ങൾ ഭാഷമാർ ഇങ്ങനെ മാറി വന്നു. അദ്ദേഹത്തിന് വളരെ ആത്മഭാരമുണ്ട്. ഞങ്ങളുടെ ഒരു ചർച്ച ഇരിക്കുന്നതിന്റെ അപ്പുറത്ത് 1,00,000 വീടുകൾ കോളേജ്. അപ്പൊ അവിടെ ധാരാളം കുട്ടികളുണ്ട്. അപ്പൊ ഈ ഭാഷ വലിയൊരു ആഗ്രഹം, കുട്ടികളെല്ലാം കൂട്ടി നമ്മുടെ സഭാഹാളിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യണം? വചനം പഠിപ്പിക്കണം. അതിലൂടെ അവരോട് സുവിശേഷത്തെ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം വിളിച്ചുകൊണ്ട് വന്നു. അപ്പൊ ഞങ്ങളുടെ ആ ചർച്ച വെക്കാൻ കൂടുതൽ അധ്വാനിച്ച പണം മുടക്കിയ ഞങ്ങളുടെ ഒരു മൂപ്പനാണ്. ഇന്ന് അദ്ദേഹം ഇല്ല, കർത്താവിന്റെ സന്നിധി. അപ്പൊ അദ്ദേഹം ഭാഷ വിളിച്ചിട്ട് പറഞ്ഞു, ഭാഷ സുവിശേഷം പറയുന്നത് നല്ല കാര്യമാണ്,
കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന നല്ല കാര്യം, അതെല്ലാം ചെയ്യണം ഭാഷ. പക്ഷേ ഇവിടോട്ട് വിളിച്ചുകൊണ്ട് കാര്യം ഈ ഹാളിലേക്ക്. കാരണം അവര് വന്നാൽ നമ്മുടെ മനസ്സിലായില്ല. ഇപ്പോഴും നമ്മളെല്ലാ ആളുകളോട് സഹകരിക്കും. നമ്മളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യമല്ല പറയാം, നമ്മൾ പൊതുവായിട്ട് പറഞ്ഞു സഹകരിക്കുന്നത് ആളും തരമൊക്കെ നോക്കിയാണ്. വീടും അല്ലെ ചുറ്റുപാടും പല 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 വചനം പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലായ പഴയത് എവിടെ ഇനി പലതും കഴിഞ്ഞു പോകാൻ. അവൻ പലതും കഴിഞ്ഞു പോയിട്ടില്ലെങ്കിൽ ശരിക്കും ക്രിസ്തുവിലായോ എന്നൊരു ചോദ്യം വരും അല്ലെ. അവരിവിടെ നമ്മളെ ആരെയും വിധിക്കുകയല്ല, എങ്കിലും നമ്മൾ ദൈവവചനത്തിന് മുമ്പാകെ ആ കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മളോട് തന്നെ ഒരു ശോധന ചെയ്ത് നോക്കണം. അപ്പം പ്രിയപ്പെട്ടവരെ, ഈ ശിഷ്യന്മാരുടെ മെന്റാലിറ്റി എങ്ങനെയായിരുന്നു? അപ്പം കർത്താവ് പറഞ്ഞില്ല, നമ്മളെല്ലാവരും ദൈവരാജ്യമായിട്ട് കണക്ട് ചെയ്തിരിക്കുക. ദൈവരാജ്യം എല്ലാവരുടെയും ആവശ്യമുണ്ട്, എല്ലാവരുടെയും ആവശ്യമുണ്ട്. അതൊരു വലയാണ്. അത് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ സമുദ്രത്തിലുള്ള ഏത് മത്സ്യവും അതിനകത്ത് കടക്കാം. പ്രൈസലോ, ഹല്ലേലൂയ. സകലരെയും ഉൾക്കൊള്ളാനുള്ള ഒരു തുറന്ന മനസ്സോടെ വേണം ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. നിങ്ങൾ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാളെ ഒരു ഭിക്ഷക്കാരനെയാണ് ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നെങ്കിൽ പറഞ്ഞേ, രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാനുള്ള മനസ്സൊരുക്കത്തോടെ പ്രാർത്ഥിക്കും. നിങ്ങൾ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാളെ ഈ നാട് മുഴുവൻ വ്യഭിചാരി എന്ന് പേടി കേൾപ്പിച്ചതായിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ, യേശുവിനെ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് വരുന്നതെങ്കിൽ, രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറുള്ളവനായി പ്രാർത്ഥിക്കാം. ഈ 120 പേരെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കി. 120 പേരെ പെന്തക്കോസ്ത് ദിവസത്തിൽ അതിനകത്ത് മറിയ ഉണ്ടായിരുന്നു, പരമവിശുദ്ധിയായ മറിയ ഉണ്ടായിരുന്നു. തീർച്ചയായും അതിലൂടെ മക്കളുടെ മറിയ ഉണ്ടായിരുന്നു അല്ലെ. അതിന്റെ കൂടെ ചിലപ്പോ ആ പട്ടണത്തിലെ പാപിയായ സ്ത്രീ ഉണ്ടായിരുന്നിരിക്കും, ആ കൂടെ സക്കായി ഉണ്ടായിരുന്നിരിക്കാം, നമുക്കറിയില്ല. എന്താണെങ്കിലും ഈ 120 പേരുടെ കൂട്ടത്തിനകത്ത് എല്ലാ മീനും ഉണ്ടായിരിക്കണം അല്ലെ. സഭ ഹല്ലേലൂയ വിശുദ്ധന്മാരുടെ കൂട്ടമല്ല, വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരുടെ കൂട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആരുടെയും പശ്ചാത്തലങ്ങളും കുടുംബവും മറ്റു കാര്യങ്ങൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല. എന്നാൽ ക്രിസ്തുവിനായാൽ എല്ലാവരും ഒരു പുതിയ സൃഷ്ടിയാണ്. അവർ ക്രിസ്തുവിനെ അറിയണം. ക്രിസ്തുവിനെ അറിയുന്നതനുസരിച്ചുള്ള വിശ്വാസത്തിന്റെ വളർച്ച, ആത്മീയ വളർച്ച ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപരാകുന്നു. ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ, ക്രിസ്തുവിനെ അറിയുമ്പോൾ നമുക്ക് എന്തോ ഉണ്ടാകുന്നു? ക്രിസ്തുവിനോടുള്ള ആരാധനാ മനോഭാവം ഉണ്ടാകും. എന്നെ നിങ്ങൾ കൂടുതൽ കൂടുതൽ അറിഞ്ഞാൽ ഉള്ള ബഹുമാനം കൊണ്ട് ചിലപ്പോൾ പോകാനുള്ള സാധ്യത ഉണ്ടാവാം. ക്രിസ്തു അങ്ങനെയല്ല. ക്രിസ്തുവിനെ അറിയും തോറും ബഹുമാനം എന്ത് ചെയ്യും? കൂടും. ഈ യോഹന്നാന്റെ ശിഷ്യന്മാരെ രണ്ടുപേരെ യേശുവിന്റെ കൂടെ പോയില്ലേ? ഒരു ദിവസം പ്രാർത്ഥനയേ ഉള്ളൂ, ഒറ്റ ദിവസം പ്രാർത്ഥനയേ ഉള്ളൂ. എന്താ പറയുന്നത്? ഞങ്ങൾക്ക് മശിഹായെ കണ്ടെത്തിയെന്നാണ് അവർക്ക് ബോധ്യമാണ്. കാരണം യേശുവിന്റെ കൂടെ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ, യേശുവിനെ അറിഞ്ഞാൽ യേശുവിനോടുള്ള മതിപ്പ് വർദ്ധിക്കും, ബഹുമാനം വർദ്ധിക്കും. അത് നമ്മളെ ആരാധകരാക്കി മാറ്റും. പാട്ട് പാടിയതുകൊണ്ട് ആരാധനയാകത്തില്ല, സ്തോത്രം പറഞ്ഞുകൊണ്ട് ആരാധനയാകത്തില്ല. ആരാധന ഹൃദയത്തിൽ ഉരുത്തിരിയേണ്ടുന്ന മനോഭാവമാണ്. ആ ആരാധന ഉള്ളിൽ ഉണ്ടാകുമ്പോൾ ആരാധനയിൽ നമ്മൾ പാടും, ആ ആരാധനയിൽ കൈയടിക്കും, ആ ആരാധനയിൽ നമ്മൾ ഉച്ചത്തിൽ സ്തുതിക്കും. ഉച്ചത്തിൽ സ്തുതിച്ച് ആരാധിക്കാൻ പറ്റത്തില്ല, ആരാധിക്കുമ്പോൾ ഉച്ചത്തിൽ സ്തുതികൾ ഉണ്ടാകും. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ? വലിയ വ്യത്യാസമുണ്ട്. പക്ഷേ ആളുകൾ ചിലപ്പോഴും
പലപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്ന മറ്റേതാ, അതാ ഉച്ചത്തിൽ സ്തുതിച്ചാൽ ആരാധനയാകും. ഞാൻ പലപ്പോഴും ആളുകളോട് പറയാറുണ്ട്, പ്രൈസ് എരിവും അതിൽ വീണത് ആർപ്പിട്ടത് കൊണ്ടൊന്നും അല്ല എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പൊ ആളുകൾ സമ്മതിച്ചു തരാൻ തയ്യാറൊന്നുമല്ല. എല്ലാവരും പറയുന്ന ആർപ്പിട്ടത് കൊണ്ടാ, അതുകൊണ്ട് നിങ്ങളും ആർപ്പിടാമെങ്കിൽ നിങ്ങളുടെ വീഴും എന്നൊക്കെ പറഞ്ഞ് വെറുതെ ആർപ്പിടിച്ച് ശബ്ദമുഖീതമാക്കി ദേശത്തിലെ ജനങ്ങളെ കൊണ്ട് വലതൊക്കെ പറയുന്നില്ല. അവരാർപ്പിട്ടത് കൊണ്ടല്ല, കർത്താവ് പറഞ്ഞത് അനുസരിച്ചു. ഞാൻ അവരോട് പറയാറുണ്ട്, ആർപ്പിടാൻ പറയുന്നതിന് പകരം അവരോട് പറയാണ്, നിങ്ങളെല്ലാം 7 ദിവസം മൗനമായിട്ട് നടന്ന 7ാം ദിവസം എല്ലാവരും കൂടെ കൈകൂപ്പി ഇങ്ങനെ നിൽക്കണം എന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ, അങ്ങനെ അവർ ചെയ്തിരുന്നു എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അല്ലേ? ഞാൻ ആളുകളോട് ചോദിക്കാണ്ട് മോശയോട് പറഞ്ഞ് വടി നീട്ടാൻ പറഞ്ഞു. വടി നീട്ടിയപ്പോഴല്ലേതായി. അപ്പൊ മോശയുടെ വടിയുടെ പ്രത്യേകത ഞാൻ ചോദിച്ചു, കർത്താവ് പറഞ്ഞ നിന്റെ കാല് നീട്ടാനാ, സോറി, കാല് നീട്ടാൻ പറയുകയും മോശ കാല് നീട്ടുകയും ചെയ്യുകയായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഇപ്പൊ വടിയാണോ അവിടുത്തെ കാര്യം? ഇനി എന്താ കാരണം? ബൈബിൾ മുഴുവൻ നോക്കിയാൽ അനുസരണം എന്ന ഒറ്റ കാര്യമേ കാണാൻ പറ്റത്തുള്ളൂ. അനുസരണം കേടാണ് പാപം, അനുസരണമാണ് വിശ്വാസം. അവിടെ ദൈവത്തെ അനുസരിക്കുക എന്നത് മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ആ കാതലായ കാര്യങ്ങൾ പലപ്പോഴും ആളുകൾ വിട്ടുകളയുക. ഈ പരിശുദ്ധന്മാര് തന്നെ ന്യായപ്രമാണത്തിലെ കനമേറിയത്, കരുണ, അതെല്ലാം അങ്ങ് വിട്ടു. ദയ, വിശ്വസ, അതൊക്കെ അങ്ങ് വിട്ടു. പിന്നെ ജീരകത്തിനകത്തും എന്ത് വേണം? അല്ലെ? ഹലോ, നമ്മൾ ചിലപ്പോൾ എനിക്ക് ആളല്ലേ അല്ലേ? ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ കർത്താവ് പറഞ്ഞ നിങ്ങൾ പോയി പഠിക്കുക. ഞാൻ ന്യായത്തിലല്ല, യാഗത്തിലല്ല, കരുണയിലാണ് ഞാൻ പ്രശ്നം. നിങ്ങൾ പോയി പഠിക്കുക. മനസ്സിലായിട്ടില്ല, നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടില്ല. കർത്താവ് പറഞ്ഞു, ഇനി എന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി. ദൈവത്തെ മനസ്സിലാക്കാതെ ദൈവത്തെ ആരാധിക്കുന്ന അങ്ങനെ പറ്റും. അവിടെ യേശുവിനെ നമ്മൾ മനസ്സിലാക്കും തോറും യേശുവിനോടുള്ള സ്നേഹം വർദ്ധിക്കുന്നു, യേശുവിനോടുള്ള ബഹുമാനം വർദ്ധിക്കുന്നു, ആദരവ് വർദ്ധിക്കുന്നു. അവനോടുള്ള ആരാധന നമ്മളിൽ നിന്നുണ്ടാകും, ആരാധന മനോഭാവം. ആ ആരാധനയിൽ നമ്മൾ ചിലപ്പോൾ അറിയാതെ ദൈവത്തെ ഉച്ചത്തിൽ സ്തുതിക്കും. ആ ആരാധനയിൽ ദാവീദ് അങ്ങ് ഡാൻസ് ചെയ്തു പോയി. ഹല്ലേലൂയ. തീരുമാനിച്ചുറച്ചൊന്നും അല്ലായിരുന്നു, ആണോ? സമയം നോക്കി വെച്ചേക്കുമായിരുന്നു, അവിടെ വരുമ്പോൾ ഞാൻ ഡാൻസ് ചെയ്യണം, അങ്ങ് ഡാൻസ് ചെയ്ത് പോയതാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മളും ചെയ്തു പോകും. അതൊക്കെ ദൈവത്തിന് ഇഷ്ടമാണ്. എങ്ങനെ? ഉണ്ടാക്കി ചെയ്യുന്നതല്ല, ആരാധനയിൽ നമ്മളിൽ നിന്ന് പുറപ്പെടുന്നതൊക്കെ ഹല്ലേലൂയ എല്ലാം ദൈവത്തിന് ഇഷ്ടം. അങ്ങനെ ഒരു ആരാധന വരുമ്പോൾ, ആരാധന മനോഭാവം വരുമ്പോഴാണ് അനുകരണം വരുന്നത്. പറയുന്നത് മനസ്സിലാകുന്നവർക്ക് ഏതെങ്കിലും ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ചെലവാക്കാൻ വേണ്ടി കമ്പനിക്കാർ ചെയ്യുന്ന പരിപാടിയില്ല. ഒരു അംബാസഡർ, ആരെയും അംബാസഡർ നമ്മളെ പോലെ ഒരാളാണ് അല്ല. ഇത് കാരണം ജനങ്ങളിൽ സ്വാധീനമുള്ള അനേകരുടെ ആരാധകരായവർ, കാരണം അവരോടുള്ള ആരാധനാ മനോഭാവത്തെ ചൂഷണം ചെയ്യാൻ. കാരണം അവരൊരു സോപ്പ് ഉപയോഗിക്കുന്നെങ്കിൽ അവര് മോഹൻലാൽ അതാ ഉപയോഗിക്കുന്നു പറഞ്ഞ അവരെന്ത് ചെയ്യും? അതുകൊണ്ട് ഇവര് ചത്താ പോയി തൂങ്ങിച്ചാൽ പറയാറുള്ളത്. അതാണ് അനുകരിക്കാനുള്ള ഒരു വാസന. പ്രിയപ്പെട്ടവരെ, എല്ലാ മനുഷ്യർക്കും ആരെങ്കിലും അനുകരിക്കാനുള്ള വാസന. എന്നാൽ യേശുവിനെ ശരിക്കും നമ്മൾ മനസ്സിലാകുമ്പോൾ, അവനോടുള്ള ആരാധന വർദ്ധിക്കുമ്പോൾ നാം അവനെ അറിയാതെ അനുകരിക്കും. ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇത് പരിശുദ്ധാത്മാവ് നമ്മിൽ ഉളവാക്കുന്ന കാര്യങ്ങളാണ്. അതല്ലാതെ പ്രൈസ് ദി ലോർഡ് അടിച്ച് ആരെയും നമുക്ക് ശരിയാക്കാൻ പറ്റത്തില്ല, മീശ പറപ്പിച്ച് ആരെയും ശരിയാക്കാൻ പറ്റത്തില്ല,
പറ്റത്തില്ല, സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ആരും ശരിയാക്കാൻ പറ്റത്തില്ല. എന്നാൽ യേശുവിനെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്താൽ, യേശുവിനോടുള്ള ആരാധന അവർക്ക് ഉണ്ടായാൽ, സ്നേഹമുണ്ടായാൽ അനുകരണം ഉണ്ടാകും. അവർ യേശുവിന്റെ സ്വരൂപത്തോട് എന്ത് ചെയ്യും? ആരാ മുമ്പിൽ നടക്കുന്നത്? നമ്മൾ തന്നെയാണ്. യേശുവിനെ അനുകരിക്കുന്നത്, മുമ്പിൽ നടക്കുന്നത് നമ്മൾ തന്നെ. അവിടെ പ്രിയപ്പെട്ടവരെ, വീണ്ടും ഞാൻ കുഞ്ഞുങ്ങളുടെ അടുക്കലേക്ക് വരിക. അതൊരു ശിഷ്യന്മാരുടെ പരിപാടിയിലേക്ക് പോകാതെ ശിഷ്യന്മാരെ പോലെ, അവര് ശല്യ, അവര് വരണ്ട, കുഞ്ഞുങ്ങളെ കൊണ്ട് ആരും വരണ്ട. ഇവിടെ ഭയങ്കര ബൈബിൾ സ്റ്റഡിയാണ്. കുഞ്ഞുങ്ങളെ കൊണ്ട് വരില്ലേ, ആരാധനയാണ്. കൊച്ചു കുഞ്ഞുങ്ങളുള്ളവരൊക്കെ ആ കരയുന്ന കൊച്ചിനെ കൊണ്ടങ്ങ് പോകും. ഹലോ, നമ്മുടെ ശുശ്രൂഷയിൽ ഏറ്റവും പ്രാധാന്യത കൊടുക്കേണ്ടതാണ് കുഞ്ഞുങ്ങൾ. ഹല്ലേലൂയ. അവർ കരയട്ടെ, ദൈവസന്നിധിയിൽ കരയട്ടെ. അവർ കളിക്കട്ടെ, ദൈവസന്നിധിയിൽ കളിക്കട്ടെ. അവർ ഉറങ്ങട്ടെ, ദൈവസന്നിധിയിൽ ഉറങ്ങട്ടെ. പ്രൈസ് ലോർഡ്. നാം അവർക്ക് വേണ്ടി, ഞാൻ എപ്പോഴും പറയുന്നത് എങ്ങനെയാണ്, നമ്മൾ പാസ്റ്റേഴ്സ്, പേരൻസ്, ആര് കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ അല്ലേ, സഭയും സമർപ്പിക്കണം, പേരൻസും സമർപ്പിക്കണം. കൺസീവ് ആകുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞുങ്ങളെ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന പേരൻസിനെ നമ്മൾ പഠിപ്പിക്കും. കൺസീവ് ആയെന്ന് അറിഞ്ഞാൽ ഉടൻ തന്നെ എല്ലാ ദിവസവും വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ, ആ കുഞ്ഞിനോട് വചനം സംസാരിക്കാൻ ഇടയാകും, പാട്ടുകൾ കേൾപ്പിക്കാൻ ഇടയാകും. ആ കുഞ്ഞ് വെളിയിൽ വന്നതിന് ശേഷമേ പാസ്റ്റർ കാണാൻ പറ്റത്തില്ല. കുഞ്ഞിനെ വെളിയിൽ വന്ന് ഉടൻ പാസ്റ്റർ മനസ്സിലാക്കണം, എന്റെ സഭയിലേക്ക് ദൈവം ഒരാളിനെ കൊടുത്താന്ന്, ഒരാത്മാവിനെ കൊടുത്താന്ന് എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ കുഞ്ഞിനെ പേരിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. കാണുമ്പോഴൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും, കാണുമ്പോഴൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഈ കുഞ്ഞേശു നിന്റെ കുഞ്ഞായി വളരണം, ഞാൻ അവനെ അനുഗ്രഹിക്കുന്നു കേട്ടോ, ഞാനിവിടെ അനുഗ്രഹിക്കുന്നു, എന്റെ യേശുവിനെ നിന്നെ അറിയാൻ കുഞ്ഞിന് കൃപ കൊടുക്കണേ. എല്ലായ്പ്പോഴും മാതാപിതാക്കൾ അങ്ങനെ പ്രാർത്ഥിക്കട്ടെ, പാസ്റ്റർ പ്രാർത്ഥിക്കട്ടെ, വിശ്വാസികൾ പ്രാർത്ഥിക്കട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞുങ്ങൾ സഭയിൽ വന്ന് ഹല്ലേലൂയ നമ്മുടെ കൂടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കും. ഞങ്ങൾക്കൊരു അമ്മച്ചി ഉണ്ടായിരുന്നു. ഞാൻ വളരെ ചെറുപ്പത്തിലെ കർത്താവിലേക്ക് വരാൻ കർത്താവ് ഭാഗ്യം തന്നു. ഞാനൊരു ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ചു. സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ ഞാൻ യേശുവിനെ അവിടെ വെച്ച് കണ്ടുമുട്ടി. ഇതെല്ലാം വിശദീകരിക്കുന്നില്ല. 11 വയസ്സുള്ളപ്പോഴാണ് ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് മനസ്സിലാക്കി. ആ 11 വയസ്സുള്ളപ്പോഴാണ് ഞാനൊരു പെന്തക്കോസ്തുകാരെ എനിക്കറിയത്തില്ലായിരുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് മനസ്സിലാക്കിയതിനു ശേഷം പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ആഗ്രഹത്തിൽ ഞാൻ അങ്ങനെ ഒരു ആരാധന എവിടെ ഉണ്ട് എന്ന് തിരക്കിയത് എൻ്റെ അമ്മയോടാണ്. അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഇന്നടത്തുണ്ട്. അമ്മ എന്നോട് പറഞ്ഞു, നിന്റെ പിതാവ് അനുവദിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ അവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി. അങ്ങനെയാണ് ഞാൻ ഈ അനുഭവത്തിലേക്കൊക്കെ വരുന്നത്. അതിങ്ങനെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ എനിക്കറിയാം, വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ദൈവവചനം ഗ്രഹിക്കാനുള്ള കഴിവ് കുഞ്ഞുങ്ങൾക്കുണ്ട്. എൻ്റെ അനുഭവത്തിൽ ഞാൻ ഓർത്തഡോക്സ് പള്ളിയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സൺഡേ സ്കൂൾ കഴിഞ്ഞിട്ട് ഞാൻ വരുമ്പോൾ അവിടെ ഒരു സഹോദരി സമാജം നടക്കും. അവിടെ ജന്മനാ കുരുടനായ ഒരു മനുഷ്യൻ, അദ്ദേഹം ഒത്തിരി പ്രാർത്ഥിക്കും, അദ്ദേഹത്തിന് ഒത്തിരി ആത്മീയ അനുഭവങ്ങളുണ്ട്. അദ്ദേഹം ഈ സഹോദരിമാരോട് അത് പങ്കുവെക്കുന്നത് ഞാൻ വെളിയിൽ നിന്ന് കേട്ടതാണ്. എനിക്കത് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സിലാവും, കുഞ്ഞുങ്ങൾക്ക് ഗ്രഹിക്കാൻ പ്രാർത്ഥന, നമ്മൾ അവരെ തഴയരുത്, അവർ വചനം കേൾക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അവർക്കത് മനസ്സിലാവും. അങ്ങനെ പ്രിയപ്പെട്ടവരെ, കർത്താവിലേക്ക് വരാനായിട്ട് കർത്താവിന്റെ ഭാഗ്യമുണ്ട്. അതിനുശേഷം ഞാൻ ശുശ്രൂഷയിലേക്ക് വരുമ്പോഴും എനിക്കിതറിയാം, ഈ കുഞ്ഞുങ്ങൾക്ക് വചനം കേൾക്കാൻ പറ്റുക. അവിടെ ആദ്യമായിട്ട് കർത്താവ് എനിക്ക് തന്ന മിനിസ്ട്രിയും ഈ കുഞ്ഞുങ്ങൾ. ഞാൻ 11 വയസ്സ് കർത്താവിൽ വന്നു, 12 വയസ്സിൽ സ്ഥാനപ്പെടുന്നു. പരിശുദ്ധനായിട്ട് പ്രാപിച്ചിരിക്കുമ്പോൾ എൻ്റെ ചർച്ചുകാർ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ അതിനുശേഷം എൻ്റെ അടുത്തൊരു ചർച്ച ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്നതും ആ ചർച്ചിൽ പോകുന്നതും
അതിന് മുമ്പ് ദൂരെയാണ് പോയത്. അങ്ങനെ അവിടെ അവര് എന്റെ വീട്ടിൽ വരുമ്പോ ഞങ്ങൾ ഒരു ഒറ്റപ്പെട്ട വീടായിരുന്നു. ചുറ്റുപാടുള്ള കുറെ കുഞ്ഞുങ്ങളെ അവർ കണ്ടപ്പോ അതിലൊരാൾ പറഞ്ഞു, ജോയി, നീ ഇവിടെ ഈ കുഞ്ഞുങ്ങളെല്ലാം വിളിച്ചോണ്ട് വരികയാണെങ്കിൽ ഞങ്ങളെല്ലാം ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഇവരെ പഠിപ്പിക്കാൻ വരാറ്. അപ്പോൾ എനിക്ക് ആ പ്രായത്തിൽ കിട്ടിയ ആദ്യത്തെ ശുശ്രൂഷയാണ്. സഭായോഗം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ചോറുണ്ടാ ഉടനെ പോവുക, എല്ലാ വീടുകളും കയറി ഈ കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്ത് പോകുന്നത്. അങ്ങനെ ഒരു 10-40 കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ വീട്ടില് കളക്ട് ചെയ്യുമായിരുന്നു. കുറേ വർഷങ്ങൾ ആ സൺഡേ സ്കൂൾ നടക്കുവാൻ ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് പോയതിനു ശേഷവും അവിടെ ആ സൺഡേ സ്കൂൾ കുറച്ച് നാളുകൂടെ നടക്കുവാനൊക്കെ ഇടയായി. അതിൽ പലരും കർത്താവിനെ കാണാനിടയായി. ദൈവത്തിന് അപ്പോൾ കുഞ്ഞുങ്ങളെ ശുശ്രൂഷ. അതിനുശേഷം ഞാൻ വടക്കേണ്ടിയിൽ ചെന്നു. ഞാൻ പറഞ്ഞത് 1983 വടക്കേണ്ടിയിൽ ചെന്നപ്പോ എനിക്ക് ഹിന്ദി അറിയത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹിന്ദി അറിയത്തില്ല. ഞാൻ ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള വിഷയമായിരുന്നു ഹിന്ദി. ഒട്ടും മനസ്സിലാകാത്ത വിഷയമായിരുന്നു. അതുകൊണ്ട് തന്നെ വടക്കേണ്ടിയിൽ പോകുന്നതിന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ച കാര്യമല്ല. കർത്താവ് എന്നോട് സംസാരിച്ചു പോകാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പോയി. ആ കാര്യങ്ങളൊന്നും വിശദീകരിക്കാൻ സമയമില്ല. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഓർക്കാം, ഹിന്ദി അറിയാൻ വരാതെ ഞാൻ ഇവിടെ വന്നിട്ട് എന്തോ ചെയ്യാം. എങ്കിലും കർത്താവ് പറഞ്ഞു ഇവിടെ വരാൻ വേണ്ടി. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞില്ല, ആ ഒരു അവിടെയാ ഈ നീമച്ച് എന്ന് പറയുന്നത്, അവിടെയാണ് ഈ CRPFന്റെ ആരംഭം. സെൻട്രൽ റിസർവ് പോലീസിന്റെ ജന്മ സ്ഥലമാണ്. അവിടെ ഒരു ബ്രിട്ടീഷുകാരുടെ ഒരു സൈന്യ കേന്ദ്രം ഉണ്ടായിരുന്നു. അത് അവര് പോയി കഴിഞ്ഞ ശേഷം അതെടുത്താണ് CRPFന്റെ ആരംഭം ഉണ്ടാവുന്നത്. അപ്പൊ അതിന്റെ ഒരു വലിയ ട്രെയിനിങ് സെന്റർ ആയിട്ട് അത് ഇവിടെ ഫങ്ഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ അവിടെ അതിനകത്ത് മലയാളികൾ വരും, തെലുങ്കിൽ വരും, എല്ലാ ഭാഷക്കാരും വരും. അപ്പൊ ആദ്യമായിട്ടുണ്ടായിരുന്ന കുറെ മലയാളികളെ കൊണ്ട് ഒരു ചെറിയൊരു ഗ്രൂപ്പാണ്. അപ്പോ ഞാൻ ചോദിച്ചു, കർത്താവ് എന്താ ചെയ്യാൻ പറ്റുന്നു ഇവിടെ? അപ്പൊ കർത്താവിനോട് ആദ്യം പറഞ്ഞതാണ്, ഇവിടെ കുറച്ച് കുഞ്ഞുങ്ങളെ, ആ കുഞ്ഞുങ്ങളെ വെച്ച് പഠിപ്പിക്കുക. ഈ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ പിന്നെ എളുപ്പമുണ്ട്. അവര് നമ്മളെ കളിയാണ്. അവര് കുറച്ച് ആംഗ്യം കാണിച്ചും ഒക്കെ നമുക്ക് അവരോട് സംസാരിക്കാൻ. ഭാഷ പഠിക്കാനും നല്ല പരിപാടിയാണ് ഈ കുഞ്ഞുങ്ങൾ. സാറായിരുന്നു അറിയാതെ. ഈ കുഞ്ഞുങ്ങളോട് ഞാനിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കൊച്ചു കൊച്ചു ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ ഇങ്ങനെ തയ്യാറാക്കിയിട്ട് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഓരോ കഥയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പോകും. ഇവരോട് പറയും. അവർക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരു വർഷത്തിൽ ദൈവം ചെയ്ത ഏറ്റവും വലിയ രൂപാന്തരം എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ അത്രയും മാറിപ്പോയത്. അവരുടെ പേരൻസിന് അത്ഭുതമായി. ദൈവത്തിന് ഭയങ്കര ശക്തി. പേരൻസിന് അങ്ങ് ഭയങ്കര അത്ഭുതമായി കുഞ്ഞുങ്ങളെ എങ്ങനെ മാറി. അവർക്ക് എന്നോട് ഭയങ്കര റെസ്പെക്ട്. ഞാൻ അവരുടെ ഹൃദയത്തിനകത്ത് ഒരു ദൈവദാസനായി അംഗീകരിക്കപ്പെടുക. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, പ്രിയപ്പെട്ടവരെ, ദൈവവേലയുടെ ആരംഭത്തിലും ഈ കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് നല്ലൊരു പരിപാടിയാണ് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, കുഞ്ഞുങ്ങളെ അവോയ്ഡ് ചെയ്യും. ചെറുതാണ് എന്നൊന്നും ചിന്തിക്കുക, അവർക്കൊരു പ്രാർത്ഥിക്കും. അപ്പോൾ ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത്, ഞാൻ ആ കഥയും കൂടെ പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചർച്ചിൽ പോകുന്ന സമയത്ത് ഈ അമ്മച്ചിമാരുടെ അപ്പച്ചന്മാരുടെ ഒക്കെ അടുത്തിരുന്ന പഴയ കഥകളൊക്കെ അവരെ എങ്ങനെയാണ് കർത്താവ് നിയോഗിച്ചത്, ആ കഥകളൊക്കെ കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു അമ്മച്ചി പറയുന്ന ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി. അമ്മച്ചി എന്നോട് പറഞ്ഞു തന്നൊരു കാര്യമാണ്, ഈ കുഞ്ഞുങ്ങളെ ഒക്കെ പിടിച്ചോണ്ട് വരുമ്പോൾ ഈ അമ്മച്ചി എല്ലാവരോടും പറഞ്ഞു കൊടുക്കുവാനും എന്താ ചെയ്യുന്നത്, ഈ കുഞ്ഞുങ്ങൾക്ക് അറിയാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് അമ്മച്ചി പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് അമ്മച്ചി പറയുന്നത്. അമ്മച്ചി ചെയ്ത കാര്യം നിങ്ങൾ എല്ലാ ദിവസവും ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. കർത്താവ്, ഞാൻ മീറ്റിങ്ങിന് പോകുമ്പോൾ എൻ്റെ കുഞ്ഞ് ശല്യം ഉണ്ടാക്കാതെ ഇരിക്കണം, അല്ലെങ്കിൽ കിടന്നുറങ്ങണം. കർത്താവ് കൃപ കാണിക്കണം, കർത്താവ് സഹായിക്കണേന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഒരുപോലെ ചെയ്യും. അല്ലെങ്കിൽ ഒന്നെങ്കിലും നന്നായിട്ട് കുത്തിയിരിക്കും, അല്ലെങ്കിൽ കിടന്നുറങ്ങും. എന്താണെങ്കിലും വലിയ ശല്യമൊക്കെ ഉണ്ടാക്കാതെ. അത് തന്നെയല്ല, അവരെ വീട്ടിൽ വെച്ച് കുഞ്ഞുങ്ങളോട് പലവട്ടം പറഞ്ഞു കൊടുക്കും, മകളെ ശല്യം ഉണ്ടാക്കല്ലേ. അവർക്ക് അതിന്റെ ഗൗരവബോധം കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പൊ അങ്ങനെ അവരെ പരിശീലിപ്പിക്കുകയും ആ കൂടെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ
അതിന്റെ ഫലം തീർച്ചയായിട്ടും കണ്ടെത്താനായിട്ട് കഴിയും. അപ്പോൾ എന്താണെങ്കിലും പറഞ്ഞ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കാറില്ല. ഇനി അല്പം ശല്യം ഉണ്ടാക്കിയാൽ പോലും നമ്മൾ അവരെ ഉപേക്ഷിക്കരുത്. സ്വർഗരാജ്യം അങ്ങനെയുള്ളവരുടേതാണ്. കുഞ്ഞുങ്ങളെ സഭാ ശുശ്രൂഷയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും വലിയൊരു മേഖലയാണ് കുഞ്ഞുങ്ങൾ. അവരെ ഏത് നിലയിൽ കർത്താവിലേക്ക് വലിച്ചടിപ്പിക്കാം എന്നതായിരിക്കണം നമ്മുടെ ചിന്ത, നമ്മുടെ പ്രാർത്ഥന. രണ്ടാമത് ഞാൻ പറയുന്ന പ്രിയപ്പെട്ടവരെ, ടീനേജേഴ്സിനെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇതൊക്കെ നമുക്ക് അറിവുള്ള കാര്യമാണ്. ആ ഒരു ഏജിലേക്ക് വരുമ്പോഴത്തേക്കുമാണ് ഇവരുടെ ഉള്ളിൽ മത്സര സ്വഭാവം കൂടുതൽ ശക്തമാകുന്നതാണ്. കാരണം അവരുടെ ശരീരത്തിൽ തന്നെ പലവിധ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ശരീരത്തിലും മനസ്സിലും ഒക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. അത് അവരെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലായിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയം നാം അവരെ വളരെ അധികം അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യം. ഈ സമയം നമ്മളുടെ വഴക്ക് പറഞ്ഞാൽ ഒന്നും ശരിയാവത്തില്ല, അടി ശരിയാവത്തില്ല, ഇതൊന്നും ശരിയാവും. ഈ സമയം നമ്മൾ കൂടുതൽ അവരുടെ ഫ്രണ്ടായിട്ട് നമ്മൾ മാറണം. ഈ സമയത്തിനോടകം ഈ കുഞ്ഞുങ്ങളുടെ കൂടെ നമ്മൾ ഫ്രണ്ടായി പേരൻസ് മാറണം. അതുപോലെ പാസ്റ്റേഴ്സ് നമ്മളും അവരുടെ കൂട്ടുകാരായി മാറണം. നമ്മളൊരു വടിയൊക്കെ കൊണ്ടുവച്ച് പിള്ളേരെ അച്ചടക്കം പഠിപ്പിക്കാനൊക്കെ നോക്കിയാൽ പിള്ളേരെ അങ്ങ് അകലാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചിലപ്പം പേടിപ്പിച്ച് പറയും യേശുപ്പ തല്ലു, യേശുപ്പച്ചൻ തല്ലു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ യേശുപ്പച്ചനിൽ നിന്നും അകലാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവർക്ക് മനസ്സിലാവുന്ന യേശു ആരാ? വലിയ വടിയും പിടിച്ചിരിക്കുന്ന യേശു ആണ്. അതിനൊക്കെ പകരം യേശുവിന്റെ സ്നേഹം അവർക്ക് മനസ്സിലാവും. യേശുവിനെ അവർ ഇഷ്ടപ്പെടണം. യേശു അവരുടെ ഹീറോ ആയിട്ട് മാറണം. യേശുവിന്റെ കഥകളെല്ലാം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, മടിയിലിരുത്തി പറഞ്ഞു കൊടുക്കണം. പ്രൈസലോ, നമ്മൾ അവരെ താലോലിക്കണം, നമ്മളവരെ സ്നേഹിക്കണം. അപ്പോൾ ടീനേജിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ അവരെ കൂട്ടുകാരായിരിക്കണം, അവരുടെ കൂടെ കൂട്ടുകൂടണം, അവർക്ക് ഹൃദയം തുറന്ന് സംസാരിക്കാനുള്ള ഫ്രീഡം കൊടുക്കണം. പ്രൈസലോ, അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആ തെറ്റും നമ്മളോട് പറയാനായിട്ടുള്ള ഫ്രീഡം കൊടുക്കണം. നീ അങ്ങനെ ചെയ്തോളാം എന്ന് പറയരുത്. ഇപ്പൊ അങ്ങനെ സംഭവിച്ചോ, സാരമില്ല, നീ അങ്ങനെ സംഭവിക്കരുത്, നീ അത് സംഭവിക്കാതിരിക്കാൻ കർത്താവ് കൂടുതൽ പ്രാർത്ഥിക്കണം. അപ്പോൾ ആ തെറ്റ് കർത്താവിനോട് ഏറ്റുപറ, കർത്താവ് ക്ഷമിക്കും. പ്രൈസലോ, അവരെ ബിൽഡപ്പ് ചെയ്യണം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവിടെ നമ്മൾ ഈ രണ്ടു കൂട്ടരെയും പലപ്പോഴും അവോയ്ഡ് ചെയ്താണ് പോകുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ പാസ്റ്റേഴ്സ് ഒരു വീട്ടിൽ ചെന്നാലും ആരോടാണ് നമ്മൾ സംസാരിക്കാറുള്ളത്? മുതിർന്നവരോട് സംസാരിച്ചു, നമ്മളിന് പോലെയായി. പിള്ളേരെ നമ്മൾ മൈൻഡേ ചെയ്യുന്നത്. ഇപ്പോഴത്തെ പിള്ളേരും മൈൻഡ് ചെയ്യത്തില്ല. കാരണം ഇപ്പൊ അവരുടെ കയ്യിൽ മൊബൈൽ കിട്ടിയതുകൊണ്ട് ഇപ്പൊ അവരാരെയും മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ അവരിലേക്ക് ഇറങ്ങി ചെല്ലണം. മൊബൈലിനകത്തൊക്കെ കിടക്കുന്ന അവരെ ശല്യപ്പെടുത്താതെ തന്നെ അവരുടെ ഉള്ളിലേക്ക് നമ്മുടെ ചർച്ചിനെ നമ്മൾ പഠിപ്പിക്കണം. കൊച്ചുങ്ങളെ മൊബൈലിൽ നിന്ന് അകലെ സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ പഠിപ്പിക്കണം. മാതാപിതാക്കൾ ചെയ്യുന്ന ഒരു വലിയ തെറ്റെന്ന് പറഞ്ഞാല് ഈ കുഞ്ഞെ കരയാതിരിക്കാൻ, ജോലി ചെയ്യുമ്പോൾ കരയാതിരിക്കാൻ വേണ്ടി നമ്മൾ മൊബൈൽ കൊടുക്കും. ഏറ്റവും വലിയ തെറ്റാണ്. അങ്ങനെ അരുത്. എന്തെങ്കിലും നല്ല ക്രിസ്തീയ പാട്ടുകളോ ക്രിസ്തീയ കഥകൾ ഉള്ള ചിത്രീകരണങ്ങൾ അടങ്ങിയ വീഡിയോകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിട്ടുകൊടുക്കാം. മനസ്സിലാവും. എന്നാൽ ഈ സാധനം കയ്യിൽ കൊടുത്ത് പഠിപ്പിക്കാതിരിക്കണം എന്ന് നാം നമ്മുടെ സഭാജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മനസ്സിലാവും. ഇവിടെ നാമും പ്രിയപ്പെട്ടവരെ ഈ കുഞ്ഞുങ്ങളുടെ അടുക്കിലേക്ക് ചെല്ലാൻ അവരുമായിട്ടുള്ള സൗഹൃദം നമ്മൾ സ്ഥാപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്റെ ശുശ്രൂഷയുടെ വാസ്തുത പ്രിയപ്പെട്ടവരെ, കർത്താവ് എന്നെ ആ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഞാൻ ചെറുപ്പത്തിലെ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് എനിക്ക് ആ ഒരു ഉത്ബോധം ഉണ്ടായിരുന്നു, അവർക്ക് കർത്താവിനെ സ്വീകരിക്കാൻ കഴിയുമെന്ന്. അതുകൊണ്ട് ഞാൻ ശുശ്രൂഷിച്ചായിരിക്കുന്ന ഇടങ്ങളിൽ കുഞ്ഞുങ്ങളുടെ കൂടെ ഞാൻ കൂടിയതുകൊണ്ട് അവരെല്ലാം കർത്താവിലേക്ക് നയിക്കാൻ, അവരിൽ പലരും ഇന്ന് കർത്താവിന്റെ വേദിയിലായിരിക്കാനും ഒക്കെ ഇടയാകുന്നു. നല്ല റിസൾട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പുസ്തകം ഞാനിവിടെ കൊണ്ട് എന്റെ സമയം തീരുകയാണ്. അതുകൊണ്ട് എന്റെ ഡിസ്കഷനുകളെ അവസാനിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്.
അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ മറക്കാതെ ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കാം, കർത്താവെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, ഏതൊക്കെ നിലയിൽ കർത്താവിലേക്ക് അവരെ നയിക്കാൻ പറ്റും, യേശുവിനെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും, യേശുവിനെ അവരുടെ ഉള്ളിലാക്കാൻ പറ്റും, എങ്ങനെ കൊടുക്കാൻ പറ്റും. പ്രൈസലോ. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഭക്ഷണം കഴിക്കാത്തതായിരിക്കുന്ന കുഞ്ഞിനെ ഭക്ഷണം കഴിപ്പിക്കാൻ നമുക്കറിയാം, അറിയത്തില്ലേ? പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യുന്നത് എനിക്കറിയത്തില്ല, ഉരുള ഉരുട്ടിയിട്ട് അല്ലേ, കാക്ക കൊണ്ടുപോയി കോഴി കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണെങ്കിലും നമ്മളെത്തി അതിന്റെ അകത്താക്കിക്കുമായിരുന്നു എന്നതുപോലെ നമ്മൾ ചിന്തിക്കാൻ, ഗൗരവമായി ചിന്തിക്കാൻ, യേശുവിനെ അവരുടെ ഉള്ളിലാക്കാൻ നമുക്ക് അതിന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ ആത്മാവ് നമുക്ക് അപ്പോൾ ബുദ്ധി പ്രകാശിപ്പിച്ചത്, ആലോചനകൾ തരും, എന്ത് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കി തരും. കാരണം നമ്മളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ടീനേജേഴ്സിനെ കർത്താവെ അവരെ എങ്ങനെ നേടണം, ക്രിസ്തുവിലേക്ക് എങ്ങനെ അവരെ അടുപ്പിക്കണം, അവരെ ടീനേജിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കണം, അതിനൊക്കെ കർത്താവുകളെ പ്രാപ്തരാക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അതിനൊക്കെ നമുക്ക് പ്രാപ്തി തന്ന് നമ്മളെ ഉപയോഗിക്കും. വിശ്വസിക്കുന്നവർ കർത്താവിന്റെ സ്തോത്രം ഒരു നിമിഷം കാര്യങ്ങൾ അടച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവിനോട് പറഞ്ഞപ്പോ ഞങ്ങളിലേക്കായിരിക്കുന്ന വചനത്തിന് മുമ്പിൽ, ചിന്തകളുടെ മുമ്പിലും ആലോചന മുമ്പിലും ഒക്കെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ അറിവിൽ പരിധിയുള്ളവരാണ്. കർത്താവെ ഇനിയും ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാനുണ്ട്, പഠിക്കാനുണ്ട്, ഇനിയും ഞങ്ങൾ തന്നെ രൂപാന്തരപ്പെടാനുണ്ട്, ഇനിയും ഞങ്ങൾ തന്നെ വളരാനുണ്ട്. കർത്താവെ ഞങ്ങൾ അത് ഗ്രഹിക്കുന്നു എന്നതാണ്. അങ്ങയുടെ കൃപ ചോദിക്കണം. ഞങ്ങൾക്ക് നിന്നെ കൂടുതൽ അറിയണം, ഞങ്ങൾക്ക് അങ്ങയോട് കുറച്ചുകൂടി അടുക്കണം. ഹല്ലേലൂയ. ഞങ്ങളുടെ ഉള്ളിൽ അങ്ങയോടുള്ള ആരാധന വർദ്ധിക്കണം, ഞങ്ങൾ അങ്ങയെ അനുകരിക്കുന്നവരായി തീരണം, കൂടുതൽ കൂടുതൽ നിന്റെ പാതയിൽ നടക്കണം. അതേപോലെ കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ച, ഞങ്ങളുടെ കരങ്ങളിൽ തന്ന അങ്ങയുടെ മക്കൾ എത്ര വിലപ്പെട്ടവരാണ്. അങ്ങയുടെ രക്തത്തിന്റെ വിലയായ അങ്ങയുടെ മക്കൾ, അതിലൊരു കുഞ്ഞുപോലും നശിക്കാൻ ഇടയാകല്ലപ്പാ. ഇന്നലെ ജനിച്ച കുഞ്ഞുപോലും ഇനി ജനിച്ച കുഞ്ഞുപോലും കർത്താവ് അവരെ കുറിച്ചുള്ള ഉത്തരവാദിത്വമുള്ളവരായി പ്രാർത്ഥിക്കാനും അവരിലേക്ക് യേശുവിനെ കൊടുക്കാൻ തരണം. കർത്താവെ ഞങ്ങൾ ആ പരിശുദ്ധാത്മാവിനെ വിധേയപ്പെട്ടു ശുശ്രൂഷകൾ ചെയ്യാനും ഒക്കെ ഞങ്ങളെ സഹായിക്കാം. അവിടുന്ന് ജ്ഞാനവും ബുദ്ധിയും തന്ന് ഞങ്ങളെ കരകളെടുത്ത് ഉപയോഗിക്കാം. യേശുവിന്റെ നാമത്തിൽ ആമേൻ.